കേരളം വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെ ഒരു ഭരണം എന്നത് ഉണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. കാരണം സ്വന്തക്കാർക്ക് വേണ്ടി ഏത് അറ്റം വരെയും പോകുന്നതിനും മറ്റുള്ളവരെ അടിച്ചൊതുക്കുന്നതിനും യാതൊരു മടിയുമില്ലാത്ത ഒരു ഗവൺമെൻറ്. ഇവിടെ ദിവസേന കൊലപാതകങ്ങൾ, റാഗിങ്ങുകൾ, ബലാത്സംഗങ്ങൾ എന്ന കാര്യങ്ങൾ ദിവസേന എന്നോണമാണ് നാം പത്രത്തിൽ വായിക്കുന്നത്. പത്രപ്രവർത്തകർക്കാണെങ്കിൽ ഒരു ന്യൂസ് കിട്ടുന്നതിൻ്റെ അല്ലെങ്കിൽ പത്രപ്രവർത്തകർക്ക് അല്ലെങ്കിൽ ചാനൽ പ്രവർത്തകർക്ക് ഒരു ന്യൂസ് കിട്ടുന്നതിൻ്റെ അവരുടെ റേറ്റിംഗ് കൂട്ടുന്നതിന് എങ്ങനെയാണ് എന്ന ചിന്ത മാത്രമാണ്. സാധാരണഗതിയിൽ ഒരു അന്തിച്ചർച്ച ഏതെങ്കിലും ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മാറ്റിവെച്ചിട്ട് അതിനിടയിൽ പെട്ടെന്നൊരു ന്യൂസ് പറയുന്ന ഒരു ചരിത്രം നമ്മൾ ഇന്നേ വരെ ചാനലിൽ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് അതിന് വിപരീതമായിട്ടൊരു ചാനലിൽ പെട്ടെന്ന് തിരുവനന്തപുരത്ത് 6 പേരെ വെട്ടിക്കൊന്ന കൊലപാതകം അതങ്ങ് വളരെ വിശദീകരിച്ച് അത് ന്യൂസ് പറയണ്ട എന്നുള്ളതല്ല, പക്ഷേ അതിന് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് അവർക്ക് എങ്ങനെ അവരുടെ വ്യൂവേഴ്സിനെ വർദ്ധിപ്പിക്കാം. ഇത് ഈ നെഗറ്റീവ് എനർജിയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതെന്ന് ആലോചിച്ചോണം. ഇങ്ങനെ ഒരുത്തൻ അത് ചെയ്തത് തെറ്റാണ്, അവനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം, അതൊക്കെ ആവശ്യം തന്നെയാണ്. പക്ഷേ ഇത് അറുതി വരുത്താനുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു ബോധവൽക്കരണ പ്രക്രിയകൾ ഈ ചാനലുകൾ നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പത്രങ്ങൾ നടത്തുന്നുണ്ടോ? മാധ്യമപ്രവർത്തകർക്ക് അതിനുള്ള ഒരു ബാധ്യതയില്ലേ? ജനങ്ങളോട് യാതൊരു ബാധ്യതയുമില്ലാതെ വെറുതെ അവരുടെ ടാൻഡൻ റേറ്റിംഗ് അല്ലെങ്കിൽ എനർജി സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണോ അവർ ഈ പെടാപ്പാട് വിടേണ്ടത്? സമൂഹത്തോടുള്ള ആത്മാർത്ഥത അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് അവർക്ക് വേണ്ടേ? പ്രതിപക്ഷത്തിനാണെങ്കിൽ അവർക്ക് അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതിനെക്കുറിച്ച് ഇപ്പോഴേ തർക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇലക്ഷൻ വന്നിട്ടില്ല, ഇലക്ഷൻ ഇനി 1 വർഷം കൂടി കിടക്കുന്നു. അതിൽ ആരൊക്കെ ജയിക്കും, ആരൊക്കെ തോക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോഴേ ഒരു ധാരണയില്ല. ഈ പറയുന്ന കക്ഷികളുടെ നേതാക്കൾക്ക് തങ്ങൾ എവിടെ നിന്നാൽ ജയിക്കുമെന്ന് പോലും, എത്ര വോട്ട് കിട്ടുമെന്ന് പറയാനുള്ള ഒരു കഴിവ് പോലും ഇല്ലാത്ത കുറേ നേതാക്കന്മാരാണ് ഇവിടെ ഉള്ളത്. തക്കം കിട്ടിയാൽ അപ്പുറത്തേക്ക് ചാടാൻ നോക്കിയിരിക്കുന്നവർ, എന്തെങ്കിലും ഒരു സീറ്റ് കിട്ടുമെങ്കിൽ, തനിക്ക് എന്തെങ്കിലും ഒരു ലാഭം കിട്ടുമെങ്കിൽ അപ്പുറത്തേക്ക് ചാടാൻ നിൽക്കുന്നവർ, അവർക്കും ജനങ്ങളെക്കുറിച്ച് യാതൊരു താല്പര്യമില്ല. ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നതിലും അവർക്കൊരു താല്പര്യമില്ല. അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് പോലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും